ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, അതിനു മുമ്പേ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സമയത്ത് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നു എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിലുള്ള ഒരുപാട് ആൾക്കാർ പാസ്റ്റിൽ കുറേ പെയിൻ അനുഭവിച്ച് വയ്യാണ്ട് മടുത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പെയിനിൻ്റെ എന്ന് വെച്ചാൽ അവർ ലൈഫിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. പല സ്ഥലത്തുനിന്നും ഒരുപാട് സ്നേഹിച്ചവരെ കൊണ്ട് മാത്രം അവർക്ക് വേദന മാത്രം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ നല്ലതായിട്ട് നിന്നിട്ടുണ്ട്, വെറുതെ നിന്നാൽ പോലും ഇങ്ങോട്ട് കയറി വന്ന് പണി തന്നിട്ട് പോകുന്ന ആൾക്കാർ. ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വേറെ എന്തെങ്കിലുമൊക്കെ ഓഫർ ലെറ്ററിന് കാത്തിരിക്കുകയാണെങ്കിൽ അത് നടക്കുന്നില്ല, ഭയങ്കര തടസ്സം. ഒന്ന് മാറി ഒരു കാര്യം കഴിയുമ്പോൾ വിചാരിക്കും ഇതോടെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി അടുത്ത് എനിക്ക് ലക്ക് വരുമെന്ന്. പക്ഷെ അവിടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതായത് ലൈഫിൻ്റെ അങ്ങ് എൻഡ് വരെ എത്തി എന്ത് ചെയ്യണം എന്നറിയാതെ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പറ്റാതെ. അതായത് മീൻസ് എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് ഇരിക്കണം, ആ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നമാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുറമേ എന്ന് പറയുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു ജോലി ആയിരിക്കാം കുറേ പേർക്ക്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ആണെങ്കിൽ അതിൻ്റെ ഇഷ്യൂ, മാനേജറിൻ്റെ പ്രഷർ, ടാർഗറ്റ്, അല്ലെങ്കിൽ തന്നെ കിട്ടുന്ന സാലറി കറക്റ്റ് അല്ല. അതുപോലെ തന്നെ 24/7 വീട്ടിലേക്കത്തേക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാനോ നമുക്ക് കുറച്ച് ടൈം ഫ്രീഡം ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴേലും എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു, അങ്ങനെയൊക്കെ ഉള്ള കുറേ പേര് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് ഇപ്പോഴും ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങാൻ പറ്റാത്തൊരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് വേറൊരു കാര്യം സെറ്റാവുന്നുമില്ല. നിലവിലുള്ളിടത്തു നിന്നുള്ള ഇത്രയും പ്രശ്നം കിട്ടിയിട്ട് അവർ പിടിച്ച് നിൽക്കുന്നത് അവർക്ക് വേറൊരു വരുമാന മാർഗം ഇല്ലാത്തത് കൊണ്ടൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരുപക്ഷെ അവരൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്. അവർ ഇത്രയൊക്കെ കിടന്ന് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അവർ ഹോപ്പ് കൊടുക്കുന്ന, നാളെ ഒരു സമയത്ത് ഞാൻ ഈ ഒരു സ്ഥലത്തെത്തും, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഡെസ്റ്റിനി എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് വിചാരിക്കുന്നത്, ഒരിക്കലും അതായിരിക്കില്ല. അതിൽ നിന്നും വളരെ ഓപ്പോസിറ്റ് എന്ന് ഞാൻ പറയത്തില്ല, വേറിട്ട ഒരു ഷിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. ഓക്കെ, ലൈക്ക് അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലി പ്രമോഷൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിലേക്ക് എന്നുള്ള ഒരു ഇതായിരിക്കും നിങ്ങൾ ഇൻറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വേറിട്ട് വേറൊരു ഫീൽഡിലേക്ക്, അതിൽ നിന്നും കുറച്ച് മെച്ചപ്പെട്ട ഒരു കാശിലേക്ക്, വേറൊരു ലൈഫിലേക്കാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നത്, ഇതിൽ കാണുന്ന ഒരുപാട് പേർക്ക്. ഓക്കെ, അതുപോലെ ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ പ്രശ്നമാണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇത്ര മാസം കഴിഞ്ഞിട്ട് ഇത്ര ഇതാണ്, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്നു. പക്ഷേ അതൊന്നുമല്ല വരാൻ പോകുന്നത്. അതിൽ നിന്ന് വലിയ ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. അത് തരുന്നതിന് മുന്നോടിയായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ്, അതായത് ഒരു ടെസ്റ്റിംഗ് പോലെ. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് വലിയൊരു ബ്ലെസ്സിങ് തരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ക്യാപ്പബിൾ ആണോ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആണോ എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു യൂണിവേഴ്സിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ, അത്രയ്ക്ക് ബ്ലെസ്സിങ് കൊടുക്കുന്ന ആൾക്കാരെ മാത്രമേ അവർ പിന്നെ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ്. എങ്കിലും ഇത് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരെ സംബന്ധിച്ച് യൂണിവേഴ്സ് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയ്ക്ക് തടസ്സം വന്നുകൊണ്ടിരുന്നത്. കുറച്ച് മുമ്പാണെങ്കിൽ പോലും അങ്ങനെ വന്നുകൊണ്ടിരുന്നതും. ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചക്കകത്ത് അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ അകത്ത്, ഈ ഒരു ഇടയ്ക്ക് പോട്ടെ, ഒരു ദിവസമോ ഒരാഴ്ചക്കകത്തോ എന്തെങ്കിലും ഒരു കാര്യം സെറ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോയൊരു സമയമായിരിക്കാം. പക്ഷെ അവിടെ നിന്നാണ് മേജറായിട്ടുള്ള ഒരു ഇത് വന്നത്, അത് നടക്കത്തില്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇരട്ടി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് തരാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളിലൂടെ ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവുക, കുറച്ചും കൂടെ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളൊരു സെൽഫ് ജേർണി, എത്രയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുക. നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇത് കാണുന്ന ആൾക്കാരൊക്കെ അടിപൊളിയാണ്, സെറ്റാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നിങ്ങൾ അത്രയ്ക്ക് സ്ട്രെങ്ത്തുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ദിവസം നെഗറ്റീവായിട്ട് എന്നിട്ട് ഒരു ദിവസം പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഉറച്ച് നന്നായിട്ട് പോയാൽ മാത്രമേ ആ ഒരു ബ്ലെസ്സിങ് പെട്ടെന്ന് കൈ കിട്ടത്തുള്ളൂ. അതുവരെ നിങ്ങളത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഞാനതൊക്കെ വിടുകയാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് ഒരു സൈക്കിൾ കണക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ അത് നിങ്ങളും കൂടെ ചിന്തിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ.
അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഒരു ജോബിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് അതിൽ നിന്നൊരു ഹൈ പോസ്റ്റ്, ഒരു ഷിഫ്റ്റിങ്, ലൈക്ക് സാലറി കൂടുതൽ, അതിനേക്കാളും വേറെ ഒരു തലത്തിലേക്കാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ആകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂണിവേഴ്സ്, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഈ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അതായത് ദൈവങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ തിയറിയായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കണക്ഷനായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇന്ന് ഈ ഒരു റീഡിങ് തന്നെ എടുക്കാൻ തോന്നിയത്, അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിലേക്ക് വരണം, എന്ത് കാര്യത്തിലേക്ക് വരണം എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് എന്തിലേക്കാണോ പോകുന്നത്, ഏതൊരു കാര്യത്തിൽ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോകുന്നത്, യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നത്, അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തരം നേട്ടം മാത്രമല്ല, സ്നേഹപരമായിട്ടാണെങ്കിൽ പോലും വളരെയധികം ഭയങ്കര ഒരു സർപ്രൈസിനെ അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ കിട്ടാത്തൊരു സർപ്രൈസ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ വരാത്ത ആൾക്കാർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരാളുടെ സ്നേഹം, ആ ഒരു പ്രസൻസ്, എൻവിറോൺമെൻറ്റ്, അതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അതിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ലൈഫ് മടുത്ത് പെട്ടു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, മേ ബി ഈ വീഡിയോ കാണുന്ന ചിലവർക്ക് ഇത് കാണുമ്പോൾ ഒരു ആശ്വാസമായിരിക്കാം. യൂണിവേഴ്സിലായിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് തന്നതായിരിക്കാം, നിങ്ങളിതൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ നിങ്ങളിലൂടെ എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ, ഇത് നിങ്ങൾക്ക് കാണാൻ യോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഭയങ്കര ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട്. അത് റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിന് നന്നായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ യൂണിവേഴ്സ് നിങ്ങളെ പല കാര്യത്തിലും പരീക്ഷിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്തെങ്കിലും നമുക്കൊരു നല്ല കാര്യം തരുന്നതിന് മുന്നേ നമുക്കത് ക്യാപ്പബിൾ ആണോ ഇല്ലയോ എന്ന് അവർ നോക്കിയിട്ട് മാത്രമേ നമുക്കത് തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാം എന്താണ്. ഓക്കെ, മെസ്സേജ് വരുന്നുണ്ട്. ഇൻഫർമേഷൻ. ഇപ്പോൾ തൽക്കാലം പൊളിറ്റിക്സും കാര്യമൊക്കെ ഉണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ പോലും നിങ്ങൾ അനാവശ്യമായിട്ടൊരു കാര്യത്തിലും ഇടപെടാൻ വേണ്ടി പോയി നിങ്ങളുടെ എനർജി കളയരുത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സ് തരുന്ന എല്ലാ ബ്ലെസ്സിങ്സും റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഒന്നിലും ഒരു നെഗറ്റിവിറ്റി വിചാരിക്കരുത്. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ ഏറ്റുവാങ്ങുക. അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് ആവരുത്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ കുറച്ചും കൂടെ ധൈര്യപൂർവ്വം നേരിടുക. അങ്ങനെ ധൈര്യപൂർവ്വം നേരിടുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു.